Hello friends, welcome to the channel. അപ്പോൾ റീസെൻ്റ്ലി അടുത്തായിട്ട് കുറേ പേര് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ അതുപോലെ തന്നെ എന്താ പറയുക കമൻറ്റ് സെക്ഷനിലൊക്കെ കുറേ പേര് മെസ്സേജ് അയക്കണം. എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ കാർഡ് പ്രീ അപ്രൂവൽ ആയിട്ട് പറഞ്ഞിട്ട് കുറേ കോൾസ് വരുന്നുണ്ട്. അപ്പോൾ ഈ കോൾസ് ത്രൂ നമ്മൾ കാർഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചിട്ട് അത് ഫ്രോഡാണോ ഒറിജിനലാണോ കുറേ പേര് നമുക്ക് സ്ക്രീൻഷോട്ട് സംഭവങ്ങളൊക്കെ അയച്ചു തരാറുണ്ട്, ഇമെയിലത്തെ അയച്ചു വരുന്നുണ്ട്, മെസ്സേജ് വരുന്നതിൽ അയച്ചു തരാറുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മളൊന്നൊരു വീഡിയോ എടുക്കാൻ പോകുന്നത് വെച്ചാൽ അത് കുറേ പേർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരു സെപ്പറേറ്റ് എല്ലാവർക്കും പറഞ്ഞു എളുപ്പത്തിൽ സംഭവമുള്ള ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ബേസിൽ നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ രണ്ട് ചാനൽ കാണാത്തവർ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒരു ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റാണ്, ഫുള്ള് വീഡിയോ കാണാൻ മറക്കണ്ട. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫ്രോഡും സംഭവങ്ങളൊക്കെ പോയി പെടാണ്ടിരിക്കാനും സേഫ് ആയിട്ടിരിക്കാനും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം കാണണമെങ്കിൽ തന്നെ കമൻറ്റ് ചെയ്യാൻ നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. പേജ് ഫോളോ ചെയ്യാത്ത പോയി ഫോളോ ചെയ്യുക, നിങ്ങൾക്ക് അവിടെയും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് സബ്ജക്റ്റിൽ എടുക്കാം. അപ്പോൾ നിങ്ങൾ കുറേ ഞാൻ സ്ക്രീൻഷോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ കൊടുക്കാം. എന്ന് വെച്ചാൽ നമുക്ക് കുറേ ഇപ്പോൾ മെസ്സേജസും കോൾസും ഇമെയിൽസൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്രയും പ്രീ അപ്രൂവൽ ആയിട്ട് മിക്കതും SBIയുടെ ഒക്കെ വരിക. നിങ്ങൾക്ക് 2 ലക്ഷത്തിൻ്റെ SBI കാർഡ് പ്രീ അപ്രൂവൽ ഉണ്ട്, വേഗം അപ്ലൈ ചെയ്യാൻ വേണ്ടി ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, ഇമെയിൽ ഉണ്ടായിരിക്കും, കോൾ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പിന്നിലത്തെ സംഭവം നമ്മൾ പറയാൻ പോകുന്നത്. ഇതിൽ ഒരു 89% 89% ഈ കോൾസ് വരുന്നത് ഏജൻസിയാണ്, ഏജൻസിക്കാരാണ്. അത് ഫ്രോഡ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ സേഫ് അല്ല, തീരെ സേഫ് അല്ല. ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യാത്തൊരു സംഭവമാണ് ഏജൻസി ത്രൂ അപ്ലൈ ചെയ്യുന്നത്. അത് പ്രത്യേകിച്ച് ഓൺലൈൻ ആണെങ്കിൽ എന്താ വെച്ചാൽ അവർ കോൾ വിളിക്കും. അപ്പോൾ നമുക്ക് അവർക്ക് എന്താ വെച്ചാൽ അവർക്ക് ഇത്ര കാർഡ് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കമ്മീഷൻസ് ഉണ്ട്, സംഭവങ്ങൾക്ക് അതിന് വേണ്ടി അവരിങ്ങനെ വിളിക്കുന്നത് നമ്മുടെ കോൾ സെൻ്ററൊക്കെ പോലെ തന്നെ. അപ്പോൾ അവർ നമ്മളോട് ഡീറ്റെയിൽസ് ചോദിക്കും. നമ്മൾ പാൻ കാർഡും ആധാർ കാർഡും എല്ലാം ഫോൺ ത്രൂ അല്ലെങ്കിൽ അവരുടെ വാട്സാപ്പിലേക്കൊക്കെ പേഴ്സണൽ വാട്സാപ്പിലേക്കൊക്കെ അയച്ചു കൊടുക്കും. അത് അവർ അപ്ലൈ ചെയ്യും, കിട്ടിയില്ലെങ്കിൽ അവർ അപ്പം തന്നെ റിജക്ട് ചെയ്യും. പിന്നെ ആ സാധനം അവിടെ കിടക്കും. ഒന്നെങ്കിൽ അത് എടുത്ത് കളയും, അല്ലെങ്കിൽ അവർ പ്രിൻ്റ് എടുത്തിട്ട് അവിടെ എടുക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ മിസ്യൂസ് ആയി പോകും. അതിങ്ങനെ പല സ്ഥലത്തൊക്കെ കിട്ടും. ഇങ്ങനെ കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ സാധനം ലീക്ക് ആവാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഏജൻസി കോൾ ത്രൂ അപ്ലൈ ചെയ്യേണ്ട സംഭവം വൻ റിസ്ക് ആണ്. നിങ്ങളുടെ സ്വന്തം റിസ്കിൽ അപ്ലൈ ചെയ്യാട്ടോ. ലീക്ക് ആവാനുള്ള ചാൻസ് 100% ലീക്ക് ആവാനുള്ള ചാൻസ്, നമ്മുടെ ഇൻഫർമേഷൻസ് ലീക്ക് ആവാൻ, അതായത് നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ലീക്ക് ആവാനുള്ള 100% ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഈ കോൾസ് ത്രൂ ഒന്നും ഒരിക്കലും ക്രെഡിറ്റ് കാർഡ്സോ എന്തെങ്കിലും സംഭവം ബാങ്കിങ് പർപ്പസ് ഒരു സാധനങ്ങളോ അപ്ലൈ ചെയ്യാണ്ടിരിക്കുക കേട്ടോ. അത് ഭയങ്കര റിസ്ക് കൂടുതലാണ്. അതാണ് ഒന്നാമത്തെ കോൾസ് ത്രൂ വരുന്നത്. പിന്നെ മെസ്സേജസും ഇമെയിൽസും ആണ്. അപ്പോൾ ഇതായാലും നമുക്ക് ഒരു 60% ഏജൻസിക്കാർ തന്നെയാണ് മെസ്സേജ് ചെയ്യുന്നത്, ബാക്കി 40% ഫ്രോഡുകളാണ്. അതായത് അടിച്ചുകൊണ്ടുള്ള പരിപാടിയിൽ അയക്കുന്ന മെസ്സേജുകളാണ് ഇമെയിൽസും മെസ്സേജുകളും. അത് മെസ്സേജായിട്ടും വരുന്നുണ്ട്, എല്ലാത്തിലും ഉണ്ടാവും ലിങ്ക്. അത് നമുക്ക് നിങ്ങൾക്കിപ്പോൾ അറിയായിരിക്കും, നമ്മുടെ ഇപ്പോൾ നോർമൽ ലിങ്ക് വരെ എങ്ങനെയാണ് ബാങ്കിൻ്റെ ഒക്കെ ലിങ്ക് ആണെങ്കിൽ നമുക്ക് അതിൽ ബാങ്കിൻ്റെ പേര് @.com ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഏജൻസിയിലാണെങ്കിൽ അവർ ഏജൻസിയുടെ പേര് കറക്റ്റായിട്ടുണ്ടായിരിക്കും. അപ്പോൾ റെഫറൽ ലിങ്ക് ആണെങ്കിലും നമ്മുടെ പേര് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ഒരു ID പോലെ ഉണ്ടായിട്ട് അതിൻ്റെ .com ഉണ്ടായിരിക്കും. അങ്ങനെ ഡിഫറൻസ് ആയിട്ടുള്ള കുറേ ലിങ്കുകളുണ്ട്. അപ്പോൾ ഈ വരുന്ന മെസ്സേജസുകളിലും ഇമെയിൽസിലും നിങ്ങളത് എന്താ ഇപ്പോൾ ഡയറക്റ്റ് ബാങ്ക് തന്നെ ആയിക്കോട്ടെ, നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അത്രയ്ക്കും ഒറിജിനാലിറ്റി തോന്നുന്ന ലിങ്കുകളൊക്കെ ഇപ്പോൾ സുഖമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലിങ്ക് എന്ന് വെച്ചാൽ സാധനത്തിൽ കൂടെ നിങ്ങൾ അപ്ലൈ ചെയ്യാനേ പോകണ്ട. എന്ന് വെച്ചാൽ ഇത് റിസ്ക് പിടിച്ച സംഭവമാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ 2023 ഈ ഡിജിറ്റൽ യുഗത്തിൽ വരുന്ന മെസ്സേജസോ ഇമെയിൽസോ ഒറിജിനലാണോ ഫേക്ക് ആണോ എന്ന് 100% പറയാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഇപ്പോഴത്തെ ഫ്രോഡ് നടക്കുന്നത്. പോരാ തന്നെ ഇപ്പോൾ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ വരുന്ന മെസ്സേജസ് ത്രൂവും ലിങ്ക് വരുന്ന ഈ മെസ്സേജ് വരുന്ന ലിങ്ക് ആയിക്കോട്ടെ, ഇമെയിലിൽ വരുന്ന ലിങ്ക് ആയിക്കോട്ടെ, അപ്ലൈ ചെയ്യാണ്ടിരിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ് പരിപാടി കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് ടെൻഷൻ എടുക്കേണ്ടി വരും. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ പേര് നമുക്ക് ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, ഞാൻ ഇതുകൂടെ അപ്ലൈ ചെയ്തു, ഇത് ഒറിജിനലാണോ ഫേക്ക് ആണോ ചേട്ടാ എന്നിട്ട് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അത് വെച്ചാൽ ചിലപ്പോൾ എനിക്ക് ഞാൻ നമ്മളെ ഇപ്പോൾ യൂട്യൂബിൽ മെസ്സേജ് ഒക്കെ ആണെങ്കിൽ ഞാൻ മാക്സിമം 24 hours തന്നെ റിപ്ലൈ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാകുമ്പോൾ നമുക്ക് ഫ്രീ ടൈമിലാണ് നമ്മൾ നോക്കുന്നത്. ഞാൻ കാലത്ത് നോർമൽ ഓഫീസ് ടവറിലൊക്കെ ഞാൻ ഓഫീസിലായിരിക്കും. അപ്പോൾ നമുക്കത് ഞാൻ നോർമലി ഇൻസ്റ്റാഗ്രാമൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഐഫോൺ ആണെങ്കിൽ ഞാൻ നെറ്റ് ഓഫ് ചെയ്ത് വെക്കാറ്. അപ്പോൾ എനിക്ക് മെസ്സേജസ് കിട്ടില്ല. അപ്പോൾ ഞാൻ ചിലപ്പോൾ രാത്രി വന്നിട്ടായിരിക്കും നോക്കുക. ചിലപ്പോൾ നമ്മൾ രാത്രി വന്നിട്ടാണ് നമ്മൾ യൂട്യൂബിൻ്റെ പണികൾ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ നോക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ മെസ്സേജിൽ വരുമ്പോൾ ഞാൻ ചിലപ്പോൾ 2 days അല്ലെങ്കിൽ മാക്സിമം 2 to 3 days ഒക്കെ ലേറ്റ് ആയിട്ടാണ് റിപ്ലൈ വരാറ്. എന്ന് വെച്ചപ്പോൾ നമുക്ക് കുറേ കമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ ഞാൻ യൂട്യൂബിൻ്റെ കമൻസ് മാക്സിമം 24 hours ഉള്ളത് തന്നെ റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ. പക്ഷേ യൂട്യൂബിന് കമൻറ്റ് കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ ഫോട്ടോ വയ്ക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു കുഴപ്പമുണ്ട്.
പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി വീഡിയോ കമൻസും സംഭവങ്ങളൊക്കെ വരുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നല്ലതായിരുന്നു യൂട്യൂബിൽ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി യൂട്യൂബ് കമൻറ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇൻസ്റ്റാഗ്രാം കമൻറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് ആ മെസ്സേജ് വിസിബിൾ ആവണമെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യണം, ആഡ് ചെയ്യാൻ മറക്കണം കേട്ടോ. കുറേ പേര് ചെയ്യുന്നില്ല, എനിക്ക് പിന്നെ സെപ്പറേറ്റ് അത് ചോദിക്കേണ്ടി വരും. അപ്പോൾ അതിന് നമുക്ക് വേറെ ടൈം കൺസ്യൂമിംഗ് ആണ്, അപ്പോൾ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എൻ്റെ ഒരു റെക്കമെൻഡേഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സേഫ്റ്റിയാണ് നിങ്ങൾക്ക് പ്രയോറിറ്റി എങ്കിൽ നിങ്ങൾ ഈ കോൾ ത്രൂവോ മെസ്സേജ് ത്രൂവോ ഇമെയിൽ ത്രൂവോ ഒരു സാധനം അപ്ലൈ ചെയ്യാൻ പോകണ്ട. അത് ക്രെഡിറ്റ് കാർഡ് ആയിക്കോട്ടെ, എന്ത് ബാങ്കിങ് ഫൈനാൻഷ്യൽ സംഭവങ്ങളായിക്കോട്ടെ, ഇങ്ങനത്തെ അൺനോൺ നമ്പേഴ്സിനോ സംഭവം ഇമെയിൽസിനോ മെസ്സേജസിനോ വരുന്ന സംഭവത്തിനോ ഒന്നും അപ്ലൈ ചെയ്യാനേ പോകണ്ട കേട്ടോ. അത് പുലിവാലായിരിക്കും, ചിലപ്പോൾ അത് ഒറിജിനലായിരിക്കും, പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് അതിൻ്റെ പിന്നിൽ പിന്നെ ടെൻഷൻ എടുക്കേണ്ടി വരും. അതിൻ്റെ പിന്നിൽ എന്ന് വെച്ചാൽ അത് ഒറിജിനൽ അമ്മാരി ഒറിജിനാലിറ്റി വരുന്ന ഈ ലിങ്ക് ഉണ്ടാക്കാനുള്ള സംഭവങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. ഹാക്കേഴ്സിനൊക്കെ സുഖമാണ്. അപ്പോൾ റിസ്ക് എടുക്കാൻ പോകണ്ട, അതല്ലേ ഏറ്റവും നല്ലത്. ഇങ്ങനത്തെ കാര്യത്തിലൊന്നും റിസ്ക് എടുക്കാൻ പോകണ്ടല്ലോ. നമ്മുടെ പണി കിട്ടുന്ന റിസ്ക് എടുക്കേണ്ട ആവശ്യം നമുക്കില്ല. നമുക്ക് അതിന് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഒറിജിനൽ ആപ്പുകളുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ വെച്ചാൽ നമ്മുടെ ലിങ്ക് നമ്മുടെ റെഫറൽ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒറിജിനൽ ലിങ്ക്സ് ആണ്, അല്ലെങ്കിൽ ഒറിജിനൽ റെഫറൽ ലിങ്ക്സ് ആണ്. അപ്പോൾ അതിനൊന്നും ഫ്രോഡ് ലിങ്ക്സും കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഇത് സൂക്ഷിക്കുക കേട്ടോ അപ്ലൈ ചെയ്യാൻ. അപ്പോൾ എൻ്റെ ലിങ്ക് കൂടെ അപ്ലൈ ചെയ്യാന്നല്ല ഞാൻ പറയുന്നത്, സൂക്ഷിച്ച് അപ്ലൈ, അത്രേ ഉള്ളൂ. എന്താ പറയുക, തിങ്ക് ടൈസ് നമ്മളിപ്പോൾ ഒരു പഴഞ്ചൊല്ലി സംഭവമൊക്കെ ഉണ്ടല്ലേ, ആലോചിച്ചിട്ട് ചെയ്യാന്ന് പറയാൻ വേണ്ടിയില്ല. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ ലിങ്ക് ക്ലിക്ക് ചെയ്യാനൊക്കെ മുമ്പ് ഒന്ന് ആലോചിക്കുക, അതിന് ശേഷം ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യണം വന്നപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അടുത്ത വീഡിയോ കാണാം. ബൈ.